സതീശൻ സർക്കാരിന്റെ ധവള വിപ്ലവം ആഘോഷിക്കുന്ന തിരക്കിലാണ് മാധ്യമങ്ങളല്ല. ധവളപത്രത്തിൽ അടിച്ചു വെച്ചതെല്ലാം പരമസത്യമെന്ന മട്ടിൽ ആകർഷകമായ തലക്കെട്ടുകളുമായി നാട്ടുകാരെ പറ്റിക്കുകയാണ് നമ്മുടെ മനോരമയും മാതൃഭൂമിയും കേരള കൗമുദിയും ഒക്കെ. ഇന്ദിര ഗ്യാരണ്ടി എന്ന പേരിൽ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയെടുത്ത ഒരിക്കലും നടക്കാത്ത പ്രഖ്യാപനങ്ങൾ എങ്ങനെ നടത്താതിരിക്കാം എന്നുള്ള ഗവേഷണത്തിന്റെ ആകെത്തുകയാണ് മുഖ്യമന്ത്രി സതീഷ് സാറിന്റെ ഈ ചവറുപത്രമെന്ന് ബോധമുള്ള ആർക്കും தெரியும். കിഫ്ബിയെ എങ്ങനെ കഴുത്തു ഞെരിച്ചു കൊല്ലാം എന്നുള്ള ആലോചനയുടെ ഹരണഫലമാണ് ഈ ധവളപത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. കിഫ്ബി ബാധ്യതയാണെന്ന് പറയുന്ന സതീഷ് മേനോന്റെ കണക്കപ്പിള്ളമാർ പക്ഷേ കിഫ്ബി നിർമ്മാണം പൂർത്തിയാക്കിയ ആസ്തിയുമായി താരതമ്യം ചെയ്താൽ ഈ ബാധ്യത എന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. കാരണം നിയമപ്രകാരമുള്ള നികുതി വിഹിതം കൃത്യമായി അടച്ചാൽ മാത്രം മതി. പക്ഷെ ഇതൊന്നും സതീഷിന്റെ രാമാനുജന്മാർ തുറന്നു പറയില്ല. എങ്ങനെയെങ്കിലും LDF കടക്കണിയിലാക്കി കേരളത്തെ മുടിപ്പിച്ചു എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചല്ലേ പറ്റൂ. മാധ്യമങ്ങൾക്കാണെങ്കിൽ പൂക്കി ആശാൻ കൺകണ്ട ദൈവമാണ്. ആശാനെ നോവിക്കുന്നതൊന്നും അവർ ചെയ്യില്ല. കടബാധ്യതയുടെ കാര്യം എടുത്തു നോക്കിയാൽ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങൾ കേരളത്തെക്കാളും എത്രയോ മുകളിലാണെന്ന സത്യവും മനോരമയും സംഘവും പറയില്ല. കണക്ക് നോക്കിയാൽ രാജ്യത്തെ 8 സംസ്ഥാനങ്ങൾ കടബാധ്യതയിൽ കേരളത്തെക്കാൾ മുകളിലാണ്. 2011-2016 കാലഘട്ടത്തിലെ UDF സർക്കാരിന്റെ കാലത്തെ കടബാധ്യതയും നീക്കിയിരിപ്പും കൂടി ഈ ധവളപത്രത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ നാട്ടുകാർക്ക് കാര്യം മനസ്സിലായേനെ. കാരണം GDPയുടെ 32.22% ഇപ്പോഴുള്ള ബാധ്യതയെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ പടിയിറങ്ങുമ്പോൾ പബ്ലിക് അക്കൗണ്ടിലെ കടം കൂട്ടാതെ തന്നെ അത് 42% ഉണ്ടായിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം, പെൻഷൻ പ്രായം കൂട്ടൽ, കേന്ദ്ര നയങ്ങൾക്കെതിരെ ഒരു വരി പോലും പറയാത്തത് തുടങ്ങിയ ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ മനോരമ മിണ്ടില്ല. മാതൃഭൂമിയും കേരള കൗമുദിയും കാവ്യ ഉടുക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെയായി. അതിനാൽ ആ താളുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള നീതിബോധം അച്ചടിക്കപ്പെടുമെന്ന് കരുതണ്ട.